ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയ്റ്റ്ലെസ് ചാലഞ്ചിൻ്റെ ഡേ 9 ആയിട്ടുണ്ട്. ഇപ്രാവശ്യം 45 ഡേയ്സ് ചാലഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ മക്കൾ രാവിലെ തന്നെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയക്കുകയാണ് ഞാൻ. അപ്പോൾ അവർ സുജിയാണ് കേട്ടോ, അതായത് ഹസ്ബൻഡാണ് മക്കൾ ഡ്രോപ്പ് ചെയ്യണത്. അപ്പോൾ അവർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഞാൻ. പോയി കഴിഞ്ഞിട്ടൊന്ന് വെയിറ്റൊക്കെ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ പനിയായിട്ട് എൻ്റെ ചെടികളൊന്നും ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ചെടിയിൽ ചൈന ഡോൾ എന്നാണ് കേട്ടോ ഈ ഒരു ചെടീൻ്റെ പേര്. അതിലിതാ പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിലങ്ങനെ അങ്ങോട്ട് പൂക്കൾ ഉണ്ടാവുമൊന്നുമില്ല. അപ്പോൾ അതിൽ പൂക്കളൊക്കെ ഉണ്ടായി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെയാണ് കുറച്ചൊന്ന് ചെടിക്കൊക്കെ വെള്ളമൊക്കെ നനച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ ഇൻഡോർ പ്ലാന്റ്സിന് കേട്ടോ അങ്ങനെ നനച്ചു കൊടുത്തൊക്കെ ഉണ്ടായിരുന്നത്. ആ 2 ചെടികൾ എൻ്റെ 2 ബൗഗൻവില്ലാസാണ് കേട്ടോ. നല്ല ഉണ്ടായിരുന്നു അതിൽ പൂക്കളൊക്കെ. പക്ഷേ ഇവിടെ ഒരു ഇലക്ട്രീഷ്യൻ വന്നപ്പോൾ ഇങ്ങനെ അവർ ഒട്ടും ശ്രദ്ധിക്കാണ്ട് ഒരു ലാഡർമ കയറി ഉണ്ടായിരുന്നു. ആ ലാഡർമെന്ന് അവർ വീണ് അവർക്കും പരിക്ക് പറ്റി. ആ 2 ചെടികളിലും മറിഞ്ഞു, മൊത്തം വൃത്തികേടായിട്ടോ. അപ്പോൾ ആകെ ആ ചെടി ഇപ്പോൾ ഒന്ന് റെഡിയായി വരുന്നുള്ളൂ. അപ്പോൾ ഇനി അതിലൊക്കെ പൂക്കൾ ഉണ്ടാകുമ്പോൾ എനിക്ക് സന്തോഷം. അതാണ് അങ്ങനെ ഇപ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി ഞാൻ ചെടികളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതാ മക്കളൊക്കെ സ്കൂൾക്ക് പോയി ഞാൻ വെയിറ്റ് നോക്കി. 83.75 ആണ്. എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് 85.40 ആയിരുന്നു കേട്ടോ. അപ്പോൾ പനിയൊക്കെ ആയപ്പോൾ ഒന്നങ്ങോട്ട് കുറഞ്ഞതാണ്, അല്ലാതെ ഞാൻ ഫുഡൊന്നും കൺട്രോൾ ചെയ്തതിൻ്റെ അല്ല കുറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും വെള്ളക്കടലല്ലേ ആ കറിയാണ്. അപ്പോൾ ഞാൻ എനിക്കായിട്ട് പ്രത്യേകിച്ച് ഞാനൊന്നും എടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം കൂടെ കഴിയട്ടെ ഞാൻ നോക്കിയായിട്ട് ഡയറ്റിലേക്ക് അങ്ങോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൂരിയും ഒറ്റ പൂരിയെ കഴിച്ചുള്ളൂ. അതിൻ്റെ കൂടെ വെള്ളക്കടലേൻ്റെ കറിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതും കൂടി കഴിച്ച് ഹസ്ബൻഡ് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ വീഡിയോയിൽ അങ്ങോട്ട് ഇൻക്ലൂഡ് ആക്കുന്നില്ല എന്നുള്ളൂ. ഒരു പ്രൈവസി വേണ്ടേ, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് സ്കിൻ കെയർ അങ്ങോട്ട് നോക്കാൻ വിചാരിച്ചു. പനിയൊക്കെ ആയി മുഖമൊക്കെ ഡള്ളായിട്ടുണ്ട്, ബ്ലാക്ക് ഹെഡ്സൊക്കെ വന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് 2 ദിവസം മുമ്പ് ഇങ്ങനെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു. സാൻഫേ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ബ്ലാക്ക് ഹെഡ് റിമൂവർ നോ സ്ട്രിപ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൂക്കിൽ കുറച്ച് വെള്ളം ഒന്ന് വെറ്റാക്കിയതിന് ശേഷം ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് 10-15 മിനിറ്റിന് ശേഷം പറിച്ചെടുക്കാം. അങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഞാൻ കുറച്ചങ്ങോട്ട് സ്വർഗ്ഗം നരകം എല്ലാം അങ്ങോട്ട് കണ്ടുപോയി കേട്ടോ. നല്ല വേദന ഉണ്ടായിരുന്നു, വിചാരിച്ച പോലെയല്ല. അപ്പോൾ അങ്ങനെ പറിച്ചെടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ പ്രത്യേകിച്ചൊരു വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇനി എൻ്റെ മൂക്കിൽ അങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും പ്രത്യേകിച്ചൊരു വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഞാൻ മൂക്കുത്തി ഇട്ടിട്ടുള്ളതുകൊണ്ട് ആ ഒരു ഭാഗത്തെത്തിയപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊരു പെയിന് കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ സഹിച്ച് ഞാൻ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് വലിച്ചെടുക്കുന്നത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഞാൻ ആദ്യം ഹസ്ബൻഡ് അടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേണോ എന്നൊക്കെ. അപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ പറയാം, നന്നായി ഇത് ചെയ്യാഞ്ഞത്, വേദന മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നൊക്കെ ഞാൻ നോക്കണ കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ലഞ്ചിൻ്റെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ചോറും മമ്പയറും കുറച്ച് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മക്കളെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു, അതിന് വന്നതാണ്. അപ്പോൾ പിക്ക് ചെയ്യാൻ ഒരു 3:10 കേട്ടോ മക്കളെ സ്കൂൾ വിടുക. അതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പേ ഞാൻ എത്തും. പിന്നെ ആ ഒരു ടൈമാണ് ഞാൻ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിക്കും, ആരെങ്കിലുമൊക്കെ വിളിക്കും കേട്ടോ. അധികം ഞാൻ സിസ്റ്റർ തന്നെ ആയിരിക്കും, അവളോട് ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ വീടെത്തിയതിന് ശേഷം മക്കളൊന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം 4 മണിക്ക് ബോക്സിംഗ് ആണ്. അപ്പോൾ അതിനുള്ള സാറ് വരും കേട്ടോ. അപ്പോൾ അവർ ബോക്സിങ്ങിനുള്ള കാര്യങ്ങളാണ്, കുറേ ഓട്ടവും ചാട്ടവും കാര്യമൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ ഒന്ന് ഫ്രീ ആയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഒരു 5:30 ഒക്കെ ആകുമ്പോൾ അവർക്ക് ട്യൂഷൻ വരും കേട്ടോ. ഈ ഒരു ടൈം അവർ ഫുള്ള് ബിസി ആയിരിക്കും കേട്ടോ. ആ ഒരു ടൈമിലാണ് ഞാനിങ്ങനെ ചായയൊക്കെ കുടിക്കുക. അങ്ങനെ അവർ ട്യൂഷൻ്റെ ബുക്ക് കഴിഞ്ഞിട്ടുണ്ട്, പുതിയ നോട്ട്ബുക്ക് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ അങ്ങനെ നോട്ട്ബുക്കൊക്കെ വാങ്ങിക്കൊടുത്താണ് കേട്ടോ.
എല്ലാം കഴിഞ്ഞിട്ടേ പറയുള്ളൂ അവർ. കഴിയുന്നതിന് മുന്നേ ഒന്ന് പറഞ്ഞാൽ വാങ്ങി നേരത്തെ വെക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അന്നേരം വേണ്ട എപ്പോഴാണോ അപ്പോഴാണ് സാധനങ്ങളൊക്കെ വന്ന് പറയാം കേട്ടോ. ഇപ്പോൾ വേണം അമ്മ, അത് എന്താ പറയാൻ മറന്നുപോയി, അതിപ്പോൾ വേണം എന്നൊക്കെ പറയാം. അപ്പോൾ പിന്നെ സ്വിഗ്ഗി ഉള്ളതുകൊണ്ട് കുറച്ചൊരു സുഖമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുത്ത്, അപ്പോൾ അത് അവിടെ ട്യൂഷൻ നടക്കുന്നുണ്ട്. രണ്ടാളും അപ്പുറം ഇരുത്തിയിട്ട് ഒരു ട്യൂഷൻ ടീച്ചറാണ് കേട്ടോ, വലിയ ഏജൊന്നുമില്ല. അപ്പോൾ അവരങ്ങനെ വന്നിട്ട് എടുത്തിട്ട് ഒരു 7 ഒക്കെ ആകുമ്പോൾ അവർ പോകും. പിന്നെ അവർ ഫ്രീ ആണ് കേട്ടോ, പിന്നെ അവരുടേതായിട്ട് ലോകത്താണ്. പിന്നെ ഞാൻ പഠിപ്പിക്കുകയൊന്നുമില്ല. ഇന്നിതാ സുജിൻ കുറച്ച് നേരത്തെ വന്നപ്പോൾ എന്തൊക്കെയോ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നട്ട്സാണ് കേട്ടോ, കാഷ്യൂ നട്ട്സാണ്, മസാല ഒക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ പേഴ്സിമൻ എന്നൊക്കെ പറയും ഈ ഫ്രൂട്ടിൻ്റെ പേര്. ഞാൻ തക്കാളിപ്പഴം എന്നാട്ടോ പറയാം. പിന്നെ ഇതാ ഇതൊരു പെയർ മക്കൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ തണ്ണിമത്തനും ഉണ്ട് കേട്ടോ. എന്താ ടോട്ടോ അതിൻ്റെ ഇടയിൽ ഇതെന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണാൽ അതും കൊണ്ട് ഓടാലോ എന്ന് തയ്യാറെടുത്തിട്ട് നടക്കുകയാണ്. എൻ്റെ ചുറ്റോട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ കൊടുത്താൽ അവൻ കഴിക്കൊന്നുമില്ല കേട്ടോ. അവൻ ഇത് കഴിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിടും. ഇത് നമ്മൾ ചെത്തിയിട്ട് അതിൽ ചെറിയ കഷ്ണം കൊടുത്താലും വെറുതെ അവിടെ ഇവിടെ തുപ്പിയിടും. അല്ലാണ്ട് നല്ല സാധനങ്ങളൊന്നും കഴിക്കൂല എന്ന് പറയൂലേ, അങ്ങനെ ഒരു അതാണ് കേട്ടോ. പിന്നെ എല്ലാവരും വന്നാൽ പിന്നെ അവനെ അങ്ങോട്ട് കൊഞ്ചിച്ചങ്ങോട്ട് നടക്കണം, അല്ലാതെ ആർക്കും ഒരു സമാധാനം കൊടുക്കൂല കേട്ടോ. അവനെ കൊഞ്ചിച്ച് ഇങ്ങനെ നടക്കണം. പിന്നെ അവൻ്റെ ഒപ്പം നമ്മൾ ചിലവഴിക്കുന്ന ഒരു ടൈമും ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുജിയൊക്കെ വന്ന് ഞങ്ങൾ കുറച്ച് നേരം മുറ്റത്ത് ഇരിക്കുന്ന ടൈമാണ്. ഞങ്ങളെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് അവനോടും കളിച്ച് അങ്ങനെ നടക്കുന്ന ഒരു ടൈം കേട്ടോ. അപ്പോൾ മക്കൾ ഇപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ ഫ്രണ്ടിലോട്ട് വരാത്തത്. അവരിപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അവരെ മൈൻഡ് ഫുള്ള് ഇപ്പോൾ ഇവിടെ ആയിരിക്കും കേട്ടോ. അവർ ടോട്ടോനെ ഇപ്പം കുറച്ച് നേരം കളിക്കാൻ കേട്ടോ സുജി. അവൻ്റെ ഈ ബോള് എറിഞ്ഞാൽ അവനത് എടുത്തിട്ട് വരും. പക്ഷെ അത് അവൻ്റെ ബോളാണ്, പിന്നെ ആർക്കും തരില്ല. അപ്പോൾ സുജി ഇങ്ങനെ പറയണ്ട ഡ്രോപ്പ് ചെയ്ത് താഴെ ഇട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവൻ കേൾക്കില്ല, അവൻ്റെ ബോൾ ആർക്കും തരില്ല. അപ്പോൾ അവനെ കളിപ്പിക്കാനാണ് എന്നുള്ള ബോധമൊന്നും അവനില്ല കേട്ടോ. അപ്പോൾ സുജി അവനെ പറ്റിച്ച് ആ ബോൾ എടുത്തിട്ട് കുറേ അവനെ വട്ടം കറക്ക്. അത് എറിഞ്ഞാൽ പിന്നെ അവൻ്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അത് അവൻ തരില്ല. നല്ല വാശിക്കാരനാണ് കേട്ടോ, ഒരു കുറുമ്പനാണ്. ആദ്യമൊക്കെ എനിക്ക് എന്താ പറയുക, ടോട്ടോനെ എനിക്ക് പേടിയും അത് എനിക്കങ്ങനെ പെറ്റ്സിനെ വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അവനായിട്ട് അടുത്ത് ഇപ്പോൾ ഒരു നമ്മളെ മക്കളെ പോലെ തന്നെ എന്ന് പറയാമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് സുജിനെ എടുക്കാൻ സമ്മതിക്കാണ്ട് ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ അവന് ഇട്ടൊക്കെ കുറേ നേരം കളിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിരുന്നപ്പോഴേക്ക് മക്കളെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ അങ്ങനെ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ ട്യൂഷൻ ടീച്ചറിന് പോകാൻ വേണ്ടിയിട്ട് മക്കൾ അവനെ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ട്യൂഷൻ ടീച്ചറെ പിന്നാലെ ഓടിപ്പോവാന്. അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല. നമ്മൾ കാലിൻ്റെ അവിടെ പോയിട്ടൊക്കെ നിൽക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഗേറ്റും തുറന്നിടല്ലേ, അപ്പോൾ ചിലപ്പോൾ അവന് വേറെ വല്ല വണ്ടി പോണ പിന്നാലെ ഓടുമെന്നുള്ള ഭയമുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോകാറൊന്നുമില്ല കേട്ടോ. ആദ്യമൊക്കെ പോകുന്നു. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് നല്ലോണം ചീത്തയും 2 അടിയൊക്കെ കിട്ടിയപ്പോൾ അവൻ പിന്നെ വീട്ടിൽ അടങ്ങിയിരിക്കാൻ തുടങ്ങി. അപ്പോൾ മക്കൾക്ക് നല്ല സുജിക്കൊക്കെ വിശക്കുണ്ടായിരുന്നു. അപ്പോൾ സുജിയും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് ചോറ് കഴിച്ചിട്ടു. ഞാൻ അതൊന്നും കഴിച്ചില്ല. പിന്നെ ഞാനിതാ സുജി ഇന്ന് കൊണ്ടുവന്ന ആ തക്കാളിപ്പഴം ഉണ്ടല്ലോ, അതിങ്ങോട്ട് കട്ട് ചെയ്യാണ്. പുതിയത് ഇപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെങ്കിലും അതിൽ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അങ്ങനെ എനിക്കതങ്ങനെ കാണുമ്പോൾ ഒരു ഇടങ്ങേറാണ് കേട്ടോ. അത് പക്ഷെ അങ്ങനെ കേടൊന്നല്ല തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ ഞാൻ കളയുന്നത് അതിൻ്റെ ഞെട്ടി ഭാഗമാണ്, അതല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചെത്തിയപ്പോൾ കുറച്ച് ബ്ലാക്ക് കളറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് ഞാൻ മുറിച്ച്, എനിക്ക് മാത്രമല്ല കേട്ടോ, മക്കളും കഴിക്കുന്നുണ്ട്, സുജിയും കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും കൂടിയിട്ടാണ് ഞാൻ ചെത്തിയിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ കൂടെ ഞാനൊരു ആപ്പിളും ചെത്തി. ആപ്പിൾ മുഴുവനും ഞാൻ തന്നെയാണ് കഴിച്ചത് എന്ന് വേണം പറയാൻ. ബാക്കി ആ തക്കാളിപ്പഴം എല്ലാവരും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ TV ഇട്ടിട്ടുണ്ട്. TV-യിൽ സൂക്ഷ്മദർശിനി സിനിമ ഉണ്ടല്ലോ, അതിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കാണുന്നത്. ഞാനും മക്കളും ഇത് എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിന്നുണ്ടായിരുന്നല്ലോ. ആ ടൈമിൽ എല്ലാവരും കൂടി പോയിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ സുജി ഞങ്ങളൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല.
അങ്ങനെ അതുകൊണ്ട് സുജി ഇരുന്ന് കാണാൻ കേട്ടോ. അപ്പോൾ സുജി അത് പകുതി ആയപ്പോഴാണ് ഞങ്ങളിത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് സുജിക്ക് ഓർമ്മ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സുജി ഞാൻ പാവം ഞാൻ അതൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കൾ ഇതാ ഈ കോണുണ്ടല്ലോ അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അത് എടുത്ത് കൊടുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അതിൻ്റെ പകുതി എടുത്തിട്ട് അതും കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ നേരെ ഇത് കഴിഞ്ഞ ശേഷം പോയി കിടന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. നാളത്തെ വിശേഷങ്ങൾ നാളെ കാണാം.